കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ ഇന്ന് 2 വിശുദ്ധരെ അനുസ്മരിക്കുന്നുണ്ട്. ഒന്ന് വിശുദ്ധ ജോൺ നെബുംസിയാൻ. നമുക്കറിയാം, കുമ്പസാര രഹസ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറായ ഒരു വിശുദ്ധനാണ് ജോൺ നെബുംസിയാൻ. വെഞ്ചസ്ലാവോസ് രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ പുള്ളിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാര്യ ജോണിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോയത് കേട്ടോണ്ട് ജോണിനെ വിളിച്ചു. അവൾ എന്നാ പറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റിയല്ല, അത് കുമ്പസാരത്തിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ശാഠ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാജാവ് ഓർഡർ ഇട്ടനുസരിച്ചാണ് ഇവനെ കയ്യും കാലും എല്ലാം കൂച്ചിക്കെട്ടി ആരും അറിയാതെ മുൾദാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീടുണ്ടായത്, അയാളുടെ ജീവൻ പോയി. പക്ഷേ ആ ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, ആ ബോഡിക്ക് ചുറ്റും ഈ കത്തുന്ന മെഴുകുതിരികൾ ഉയർന്നു നിൽക്കുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റും. ഇനി അതേക്കുറിച്ച് ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ട് ആളുകളെല്ലാം ഓടിക്കൂടി. അപ്പോൾ ആരാച്ചാര് രാജാവിൻ്റെ ഓർഡർ അനുസരിച്ച് ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്ന വ്യക്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് ഈ മനുഷ്യൻ മരണപ്പെട്ടത് എന്ന്. ജനങ്ങൾ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്ത് ശവസംസ്കാര കർമ്മങ്ങളൊക്കെ നടത്തി എന്നുള്ളത് ഒരു ഐതിഹ്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സൈമൺ സ്റ്റോക്ക് കർമ്മലീത്ത സഭാ ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് സൈമൺ സ്റ്റോക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ കന്യാമറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ഉത്തരീയം കൊടുത്തു. വാഗ്ദാനം ചെയ്ത ഒരു കാര്യം, ഇത് ധരിച്ച് മരിക്കുന്ന വ്യക്തികൾ നശിക്കത്തില്ല, അവർ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ള ആ ഒരു വാഗ്ദാനം. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൽ ഒരുപാട് ഭക്തിയും വിശ്വാസവും അവരുടെ മാധ്യസ്ഥം തേടിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. മരിയ ഭക്തി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്, ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ ദൈവം നമ്മെ പരിപാലിക്കും, നമ്മുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു, യോഹന്നാൻ 14 മുതൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫെയർവെൽ ഡിസ്കോഴ്സ് എന്നുള്ളത്. നമ്മൾ സക്കറിയ സച്ചന് ഒരു ഫെയർവെൽ സെൻഡ് ഓഫ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയുണ്ടായി. 5 വർഷമായിട്ട് അച്ഛനൂടെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഏറ്റുമാനൂർ സെമിനാരിയിൽ പ്രൊക്കുറേറ്ററായിട്ട് അദ്ദേഹം നിയമിതനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫെയർവെൽ അങ്ങനെയുള്ള സമയത്തൊക്കെ സാധാരണ ആളുകൾ പറയാറുള്ളത്, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന വ്യക്തി പറയാറുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശു മരിക്കുന്നതിന് മുമ്പ്
പ്രത്യേകമായിട്ട് പഠിപ്പിച്ചൊരു കാര്യം, നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രത്യാശ പകരുന്ന, ധൈര്യം പകരുന്ന ഒരു കാര്യമാണ്. നിങ്ങളാരും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്നിൽ വിശ്വാസം അർപ്പിക്കുക, പിതാവായ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, ദൈവം നിങ്ങളെ പരിപാലിക്കും എന്നുള്ള ആ വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമാധാനമുണ്ടാവും, ധൈര്യമുണ്ടാവും. നമ്മുടെ ജീവിത സുഖം അത് നമുക്ക് വെറുതെ വേസ്റ്റാക്കേണ്ട ഒരവസ്ഥ വരില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എനിക്കറിയാം, പല വ്യക്തികൾക്കും ഒരൊറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്നതിനേക്കാൾ ആരെങ്കിലും കൂട്ടിനുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യമാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും കൂട്ടിനുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ കൂട്ടിനുണ്ടെങ്കിൽ ഇത്രയും വരുമെങ്കിൽ ദൈവം നമ്മുടെ കൂട്ടിനുണ്ടെങ്കിലോ. 1 സാമുവേൽ 18:14 വായിക്കുമ്പോൾ ദാവീദ് എവിടെയെല്ലാം പോയോ അവൻ്റെ കൂടെ ദൈവം പോയി. അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും ദൈവം വിജയിപ്പിച്ചു എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. സഭാപ്രസംഗൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ വലിയൊരു സന്ദേശമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ സാത്താന് പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ചിലര് ഒറ്റയാനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ആരുമായിട്ട് അവർക്ക് ബന്ധമില്ല, ആരും വേണമെന്നുമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. അങ്ങനെയുള്ളവരെ സാത്താൻ കീഴ്പ്പെടുത്തും എന്നുള്ളത് ഈ വചനഭാഗം പറയാം. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കിടക്കുന്നവർക്ക് ചൂട് കിട്ടാൻ സാധ്യതയില്ല, ചേർന്ന് കിടന്നാൽ ചൂട് കിട്ടും. അതിനുശേഷമാണ് പറഞ്ഞിരിക്കുന്നത് 12-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് മുപ്പിരിച്ചരട് അത്ര വേഗം പൊട്ടത്തില്ല. നമുക്കറിയാലോ, മുപ്പിരിച്ചരട് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കർത്താവും ചേരുന്നതാണ് മുപ്പിരിച്ചരട്. അതിൻ്റേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. വിവാഹ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നിറവേറണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഏക ദൈവമാണെങ്കിൽ നിങ്ങൾ എനിക്ക് സ്വന്തമായിരിക്കും. അങ്ങനെ ദൈവം നമ്മെ സ്വന്തമാക്കി, ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ ആർക്കാണ് നമ്മളെ തകർക്കാൻ പറ്റുക? ഒരു യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു പൗലോസിൻ്റെ പ്രസംഗം. അവനെ എത്ര തീഷ്ണമതിയായിട്ടാണ് സുവിശേഷം പ്രഘോഷിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായവും 3-ാം അധ്യായവും ഇതുപോലെ തന്നെ പ്രഘോഷിച്ച മറ്റൊരു വ്യക്തിയാണ് പത്രോസ്. ആദ്യത്തെ അവൻ്റെ കന്നി പ്രസംഗത്തിൽ 3000 പേര് വിശ്വാസം സ്വീകരിച്ചു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2ാമതൊരു പ്രസംഗവും കൂടി നടത്തുന്നത് കാണാൻ പറ്റും. അതോടെ വിശ്വാസികളുടെ സംഖ്യ 5000 ഉയർന്നു. 3000 + 2000 അങ്ങനെ 5000 പേര്. ഇവരുടെയൊക്കെ തീഷ്ണത എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷം പ്രഘോഷിക്കുന്നതിന് തങ്ങളെ തന്നെ സമർപ്പിച്ച വ്യക്തികൾ. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരാകുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം എന്നുള്ളത് 1 കൊറിന്തോസ് 9:16 വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും മാർഗത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി മാറാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഒരു വിളിയാണ്, വിളിയുടെ ഭാഗമാണ്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ തിരുസഭയിൽ അനുസ്മരിക്കുന്ന വിശുദ്ധരുടെ മാധ്യസ്ഥവും പ്രത്യേകം തേടാം.